പ്രൈസ് ലോർഡ്. എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവനാമത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ യോബിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, യോബ് നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവനും. പക്ഷേ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്: ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. നമ്മൾ ചിന്തിച്ച നാം അനുഭവിക്കുന്ന പലതിൻ്റെ മുൻപിൽ ഒരു പൈശാചിക തലങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. നോക്കി നിൽക്കുമ്പോൾ സമ്പത്ത് കത്തിച്ചാമ്പലായി. നമ്മുടെയൊക്കെ ശൂന്യതയുടെ പിറകിൽ പിന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു സ്പിരിറ്റുണ്ട്. പിശാച് മനുഷ്യനെ ഇളക്കി വിട്ട് തൻ്റെ സമ്പത്തിനെ വാള കൊണ്ട് വെട്ടി കൊടുങ്കാറ്റിനെ അടുപ്പിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറയാം, സാത്താൻ കാറ്റിനെ ഇളക്കിയാലും തീയിട്ടാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ ഉയർത്താനും അനുഗ്രഹിക്കാനും തീരുമാനിച്ചാൽ അതിനൊരു മാറ്റവുമില്ല. നാം അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും പിൻപിൽ ഒരു മനുഷ്യനല്ല അതിൻ്റെ പിറകിലൊരു പൈശാചിക മണ്ഡലമാണ്. നന്മയെ തടയുന്നൊരു ശക്തിയുണ്ട്, തലമുറയെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നൊരു ശക്തിയുണ്ട്, സമാധാനം ഇല്ലാതാക്കുന്ന അതിൻ്റെ പുറകിലൊരു ശക്തിയുണ്ട്. ദൈവം നമ്മളെ മാനിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ശക്തി എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കുലുങ്ങേണ്ട കാര്യമില്ല. തെളിഞ്ഞു വരേണ്ടതിനെ കത്തിക്കുന്ന ചില വ്യാപാര ശക്തി ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് പകല് കർത്താവിനെ ശാസിക്കുക. എവിടെ തല കുനിച്ചോ അവിടെ നീ തല ഉയർത്തി തന്നെ ചെയ്യും. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നീ മാനിക്കും. നമുക്ക് പ്രാർത്ഥിച്ചു ജയിച്ച ഏലിയാവിനെ നോക്കിക്കേ. മരിച്ചാൽ മതിയെന്ന് പറയുന്നതിൻ്റെ പിൻപിൽ ഒരു ശക്തിയുണ്ട്. ശൗലിൻ്റെ പുറകെ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. ഏതൊക്കെ ശക്തി എങ്ങനെയൊക്കെ വെളിപ്പെട്ടു വന്നാലും അതിനെ ജയിക്കുന്ന ഒരാത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. നമ്മളെ തകർക്കുവാൻ വരുന്ന പൈശാചിക മണ്ഡലത്തെ നമ്മൾ ആത്മാവിൽ കാണണം. നമ്മൾ ആത്മാവിൽ അതിനുവേണ്ടി പോരാടണം. നമ്മൾ ആത്മാവിൽ പൈശാചിക മണ്ഡലത്തെ ജയിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവികമായ ഇടപെടലും ദൈവികമാകുന്ന കരുതലുമൊക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മളൊന്ന് താണിരിക്കണം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ആത്മീയമായി മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.